കേരളം മാറും. ആ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ കൂടെ വടക്കാഞ്ചേരിയും മാറും. ഇപ്പോൾ കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം ഒരു കല്ലിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതല്ല, അത് വെറും രാഷ്ട്രീയമാണ്. ഈ MLA 5 വർഷമായി തുടങ്ങി പൂർത്തീകരിച്ച എത്ര പദ്ധതിയുണ്ട്? വിരലിൽ എണ്ണാവുന്ന പദ്ധതികൾ പോലും ഇല്ല. 140 കുടുംബങ്ങൾക്ക് അവിടെ വീട് നൽകാമായിരുന്നു, അത് പൂർത്തീകരിച്ചില്ല. ഒരു കുഴി അടയ്ക്കുന്ന പ്രവൃത്തി പോലും ചരട് മുറിക്കാൻ എൻ്റെ ഫോട്ടോ എൻ്റെ ഫുൾ ഫിഗർ എന്ന ഒരു സംവിധാനത്തിലേക്ക് വടക്കാഞ്ചേരിയുടെ ജനപ്രതിനിധി തരം താഴ്ന്നു. ദുബായ് റെഡ് ക്രസന്റിന്റെ 16 കോടിയുടെ പ്രോജക്റ്റിൽ 10-12 കോടി രൂപ അടിച്ചു മാറ്റി. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്ക് ഉണ്ടോ നമ്മുടെ വടക്കാഞ്ചേരി? വെറുതെ 200 കോടിയുടെയും 400 കോടിയുടെയും സ്വപ്നങ്ങൾ, ദിവാസ്വപ്നങ്ങൾ കാണുന്ന ഒരു പദ്ധതിയായി വടക്കാഞ്ചേരി ബൈപ്പാസ് മാറുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഖേദകരം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്ത ഒരു ഇൻഡോർ സ്റ്റേഡിയം, ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇന്ന് മെഡിക്കൽ കോളേജിൽ രോഗി എവിടെ കിടക്കുന്നത്? തറയിലാണ്. അങ്ങനെ വാഴാനി ഡാമിൽ എന്ത് പ്രോജക്റ്റാണ് നടക്കുന്നത്? നുണയൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നാട്ടിലെ സാധാരണക്കാരന് ഏറ്റവും അധികം ടാങ്കർ വെള്ളമില്ലാതെ വീട്ടിൽ വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. വടക്കാഞ്ചേരിയിൽ ഒരു നല്ല IAS അക്കാഡമി സ്ഥാപിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ്. എനിക്ക് താങ്ങായി തണലായി വടക്കാഞ്ചേരിയിലെ സാധാരണക്കാർ അണിനിരക്കും.